ചങ്ങായിമാരെ, മലയാളികളായ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇതുപോലുള്ള വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കമൻ്റ് ഇടാൻ? 85 കുഞ്ഞു കുരുന്നുകളാണ് ഇന്ന് മരിച്ചുപോയത്. അതിൻ്റെ അടിയിൽ വന്ന് കിടക്കുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ ജിഹാദികൾ, പെൺകുട്ടികൾ മരിച്ചു പോട്ടെ, എന്തൊക്കെ പറയാൻ പോലും പറ്റണില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിരോധമുണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനല്ല കമൻ്റ് ഇടേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, പഠിച്ചോനെ അല്ലെങ്കിൽ ദൈവമേ യുദ്ധം വേണ്ടാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, യുദ്ധം ഉണ്ടാകുമ്പം മുസ്ലിങ്ങൾ മാത്രമാണോ മരിക്കുന്നത്? 2 രാജ്യങ്ങൾ, അവിടുത്തെ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പായ സുരേഷും സന്തോഷും തോമസും വർഗീസും എന്തിന് സത്താറും ഷാനവാസും വരെ മരിച്ചു പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്കൂളിൽ രാവിലെ നമ്മൾ പറഞ്ഞു വിട്ട നമ്മുടെ മക്കളുടെ ചേതനയേറ്റ ശരീരമാണ് ചിന്നിച്ചിതറി വീട്ടിൽ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾക്ക് സഹിക്കുമോ? എന്തിനാണ് സഹോദരങ്ങളെ ഓരോ മുസ്ലിം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഓരോ മുസ്ലിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കിയാലും യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട എന്നാണ് എല്ലാവരും പറയണത്. നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നത്? നിങ്ങളുടെ മനസ്സിനകത്തെ ഉള്ളിലെ ദേഷ്യം നിങ്ങൾ പുറത്ത് കാണിക്കുകയാണ്. ഇപ്പോഴല്ല അത് പുറത്ത് കാണിക്കേണ്ടത്. നമ്മൾ കേരളീയർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇതുപോലെ കമൻറ്റ് അടിയിൽ വന്നിട്ട് ഛർദ്ദിക്കുക എന്നുള്ളത്. നമ്മൾ കേരളത്തിൽ ജനിച്ച് കേരളക്കാർക്കൊരു അന്തസ്സും അഭിമാനവും ഉണ്ട്. നമ്മൾ മതേതരത്വമുള്ളവരാണ്. നമ്മൾ ആര് തെറ്റ് ചെയ്താലും തെറ്റിനെതിരെയാണ് നിൽക്കേണ്ടത്. ഒരു കുഞ്ഞു കുട്ടികളെ കൊന്നൊടുക്കുന്നവർ ഒരിക്കലും നല്ല ആൾക്കാരല്ല. അവിടെ ഒരു യുദ്ധം വന്നാൽ എന്തൊക്കെയാണ് പ്രശ്നം വരുന്നത്? നിങ്ങളെ ആരെയും അഫക്റ്റ് ചെയ്യത്തില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിന്നെ അഫക്റ്റ് ചെയ്യും, എന്നെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ നാട്ടുകാരെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ അടുത്ത വീട്ടിലെ സന്തോഷേട്ടൻ്റെ മോൾ എവിടെ ഉള്ളത്? ഇസ്രായേലിലാണ് ഉള്ളത്. ഇപ്പോഴത്തെ രാജേഷിൻ്റെ വീട്ടിലെ ചേട്ടൻ്റെ മോൻ എവിടെ പഠിക്കുന്നത്? അങ്ങ് ഇറാനിലാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ നിങ്ങൾക്ക് സഹിക്കുമോ? അതുപോലാണെന്നേ. നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ ഇതുപോലുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുമോ? എന്തുവാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 85 കുഞ്ഞുങ്ങൾ സഹിക്കാൻ പറ്റത്തില്ലടേ, സഹിക്കാൻ പറ്റത്തില്ല ആർക്കും. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങടെ ഈ കമൻറ്റും കൂടെ കാണുമ്പോഴുണ്ടല്ലോ, പിന്നെ വേറൊന്നും പറയണില്ല. ഒന്നുമില്ലേലും ഒന്ന് മിണ്ടാതിരിക്കുക. ഒരഭിപ്രായം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓരോ പ്രവാസികളും അനുഭവിക്കുന്ന വേദന എന്താ, വിഷമം എന്താ, സങ്കടം എന്താ, അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ അവിടെ കുറച്ച് മനുഷ്യത്വം വേണം. അതില്ലാത്തവർക്ക് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ